ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ല. ആരാണ്? മനസ്സിലായില്ലല്ല. മനസ്സിലാക്കാൻ നീ എന്റെ ആരാ? ഓടി. ആരാ മോളെ? കുഞ്ഞേഷ, ഉണ്ണിയുടെ ചെറിയമ്മാവനാ. നീ കയറിയിരിക്കെ. ബന്ധം പുതുക്കാമെന്നതല്ല, കയറി അങ്ങോട്ട് വിസ്തരിക്കാൻ. ഇത്തിരി കാപ്പി എടുക്കട്ടാ? കൊണ്ടുപോയിരുന്ന് തത്തയ്ക്ക് കൊടുക്ക്. അവർക്കിടെ ഒരു കാപ്പി. നിങ്ങളുടെ തലതിരച്ച സന്തതി കുടിച്ചു ബോധമില്ലാണ്ട് വെല്ലുവിളിച്ചെന്ന് കേട്ടു. അത് ആരെ? ഇത്തിരി ഇല്ലാത്ത രഘുവിനെ തെയ്യം നടത്തിക്കൂലത്രേ. അതിനവന്റെ തന്തയുടെ വകയല്ലേ ഈ നാട്. കുഞ്ഞീഷ, നീ ബഹളം വെക്കാണ്ട് മര്യാദയ്ക്ക് സംസാരിക്ക്. ബഹളം വയ്ക്കുക മാത്രമല്ല, ഇടയാൻ നിന്നാൽ ഈ പുറയ്ക്ക് തീ കൊളുത്തും. പറഞ്ഞേക്കവനോട്, തെയ്യം നടക്കുന്ന സ്ഥലത്തെങ്ങാനും അവന്റെ തലവെട്ടം കണ്ടാൽ ശവം ഈ പുഴയിലാവൂല പുതണത്. ശേഖരമാവ തന്നെ പറയും. കണ്ടതെന്നാണല്ലോ സൗദാമിനിയോപ്പോൾ കല്യാണം മുടക്കി ഇറങ്ങിപ്പോണത്. ക്ഷമിച്ചു, സഹിച്ചു. ഞങ്ങളുടെ തറവാട്ടിന്റെ മാനം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇതാണോ ഈ നാട്ടിലെ സകലനായന്മാരുടെയും മുഖത്ത് കരുവാരി തേച്ചുകൊണ്ട് അവരുടെ സന്തതി ഒരു ഉടുപ്പുമില്ലാതെ ഒരു നസ്രാനിച്ചയെ പരസ്യമായി വെച്ച് ഉടുപ്പിക്കുന്നു? ചോദിക്കേണ്ടതും തടയേണ്ടിയിരുന്നതും നിങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ഈ നാട്ടിലില്ലല്ലോ, നിങ്ങളത് ചെയ്തില്ല. അത് പിന്നെ അങ്ങനെയല്ലേ കുഞ്ഞകൃഷ്ണ? ഞാൻ അന്നേ പറഞ്ഞതാ രാത്രിക്ക് രാത്രി നാട് കടത്തണമെന്ന്. ആണായിട്ട് ഒരുത്തനെങ്കിലും കൂടെ നിൽക്കണ്ടേ? അത്രയ്ക്കൊന്നും അങ്ങനെ ചിന്തിച്ചില്ല. ചിന്തിക്കാണ്ടിരുന്നത് ഇന്ത്യ ഇപ്പൊ കാണുന്നേ. കളിച്ച് കളിച്ച് തെയ്യം മുടക്കിക്കുമെന്ന അവന്റെ ഭീഷണി. കൊലക്കുറ്റത്തിന് 4 കൊല്ലം ജയിലിൽ കിടന്നവനാ. അവന് എന്തിനും മടിക്കില്ല. എന്ന് വെച്ച് തെയ്യം മുടക്കേ? മുടക്കൂല. നസ്രാനിച്ചയെ പൊറപ്പിക്കുന്നവൻ വിളക്കെടുത്ത് ഭഗവതിയെ തീണ്ടി അശുദ്ധമാക്കാൻ അനുവദിച്ചാൽ അത് കണ്ട് നമ്മൾ ആണും പെണ്ണും കിട്ട കുറെ നായന്മാര് കാന്ന് മിണ്ടാതിരുന്ന തെയ്യം നടക്കും. അങ്ങനെ നടത്തണോ? തെയ്യം നടത്തുന്നത് തറവാട്ടിന്നാണെങ്കിലും ഭഗവതി നാടിന്റെയാ. കോപിച്ചാൽ അനുഭവിക്കാൻ പോകുന്നത് ഞങ്ങള് മാത്രമല്ല, നാടടക്കമാ. എന്താ ചെയ്യാ കുഞ്ഞകൃഷ്ണ? ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യാം. കൂടെ നിൽക്കാൻ പറ്റുമോ? ഞാൻ നിൽക്കും. വഴിന്ന് പറഞ്ഞ ആണുങ്ങളില്ലാത്തവൻ വീട്ടിൽ കയറി വന്ന് ഭീഷണിപ്പെടുത്തുകയും തെറി വിളിക്കുകയും ചെയ്യുന്നത് തറവാട്ടി പറഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. പൂമംഗലത്തെ ചോര തന്നെ ഞാനും. എന്റെ കാരണന്മാർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നു. ചെറിയമ്മാവനാണ് ഞാൻ ഓർക്കില്ല. എനിക്ക് ഇങ്ങനെ ഇച്ചിരി പറയാനുണ്ട്. പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ വിട്. എടാ, പണ്ട് ഇവന്റെ അമ്മ ഇറങ്ങിപ്പോന്നപ്പോൾ രാവ് വെളുക്കുന്നതിന് മുമ്പ് ഇവന്റെ തന്തയെ തല്ലാനും കൊല്ലാനും നീ ആളെ. അന്ന് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയ എന്റെ ചൂട് ഇപ്പോഴും നീ മറന്നു കാണില്ല. എനിക്കേ വയസ്സായുള്ളൂ, ഇവൻ ചെറുപ്പമാ. നിന്നെപ്പോലെ കഴിക്കൂലെന്നിട്ടുള്ള തഴമ്പല്ല കഴിച്ച് അന്തസ്സായി പണിയെടുത്ത് തഴമ്പിച്ചതാ. ഒന്ന് തന്നാൽ നീ എഴുന്നേൽക്കാൻ 3 മാസം പിടിക്കും. ചെറിയമ്മാവനെ വഴി തടഞ്ഞ് തല്ലാൻ ചെന്നു പറഞ്ഞ അവിടെ ചന്ദ്രഹാസം. കേട്ടപ്പോഴേ തോന്നി അതാവില്ല കഥ എന്ന്. ഏതായാലും ഇത്രയും വൈരാഗ്യം അവർ കാണിക്കുന്ന സ്ഥിതിക്ക് ഒന്ന് ഒഴിഞ്ഞു നിൽക്കല്ലേ നല്ലത്. വിളിക്കാത്തടത്ത് പോണില്ലെന്ന് വെച്ചാ പോരെ മോനെ? അമ്മ പറയണത് കേക്ക്. സ്വന്തക്കാരടുത്ത് വഴക്കിന് നിൽക്കണ്ടെന്ന്. നസ്രാണിച്ചെ പൊറപ്പിക്കുന്നത് ഞാനാ. എന്റെ മോനെ വിളക്കെടുക്കാൻ സമ്മതിക്കണ്ട. പക്ഷെ ഞാനെടുക്കും, അതെന്റെ അവകാശ. എന്റെ അമ്മ ആ തറവാട്ടിലെ സന്തതിയാ. എന്റെ അച്ഛൻ 1-ാം തരം നായരാ. എന്നെ തടയാൻ നിൽക്കണ്ട ആരും. ഒരാള് വന്നിട്ടുണ്ട്. ആരാ? പറഞ്ഞാലേ അറിയൂ. സുധ പറഞ്ഞയച്ചിട്ട് വന്നതാ. സുധയോ? നിങ്ങളാരാ? ചോദ്യം തെറ്റില്ല, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഞാനവിടെ ഭർത്താവാ. ഗോപി. ഒഴിവാക്കാനാവാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാ താൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവൾ എന്നോടെങ്കിലും പറഞ്ഞത്. എന്താ കാര്യം? നാളെ തെയ്യമാണ്. ഞാനതൊക്കെ പണ്ടേ ഉപേക്ഷിച്ചതാ. പറയണത് കേൾക്കുക. വിളക്കെടുക്കുമെന്ന് ഉണ്ണി, പടികടന്ന കാലുവെട്ടുന്ന രഘു, വാശിമൂത്ത് തന്റെ അച്ഛൻ, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ തന്റെ ചെറിയച്ഛൻ. ആവുന്നതും പറഞ്ഞു നോക്കി. എല്ലാവർക്കും ഭ്രാന്താ. കൂടെ വന്ന തറവാട്ടുമുറ്റത്ത് ചോര വീഴാണ്ട് നോക്കാം. തകപ്പത്താരെ,
തന്നോട് മാത്രം വരാൻ പറഞ്ഞത് കാര്യത്തിന് താനേ ഉതകൂന്നുള്ളതുകൊണ്ടാ. നമ്പ്യാര് പറയാ, ഞാൻ എന്തിനും തയ്യാർ. ഈ ഉണ്ണികൃഷ്ണന്റെ ശല്യം ഇനി ഈ നാട്ടുകാർ ചുമക്കേണ്ടി വരില്ല. മട്ടാഞ്ചേരി എന്ന് എന്റെ ആൾക്കാർ എത്തിക്കഴിഞ്ഞു. അവനിങ്ങി വരട്ടെ വിലക്ക് കൊടുത്താൽ പിന്നത്തെ കാര്യം അവർ നോക്കിക്കോളൂ. ഈ തങ്കപ്പനായരും നമ്പ്യാരുടെ കൂടെ തന്നെ വെക്കും, ഉറപ്പാ. അച്ഛൻ ഭയപ്പെടണ്ട. കർമ്മങ്ങൾ മുടക്കാൻ വന്നതല്ല. ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് വരില്ലെന്ന് ഉറപ്പിച്ചത്. പക്ഷെ വരേണ്ടി വന്നു. നിങ്ങൾക്കാർക്കും വേണ്ടിയല്ല, ഉണ്ണിക്ക് വേണ്ടി. അവൻ കൊലപാതകയായി ജയിലിൽ കയറും. ഞാൻ കാരണം. എന്റെ പെങ്ങളെ ഗോപി അറിയണം. അവൻ വേണ്ടെന്ന് വെച്ചു എന്റെ വാക്കുകൾ കേട്ടു. ഇനി അവന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് അവകാശമില്ല. അല്ലെങ്കിൽ അവിടെ ചെന്ന് ഞാൻ അവനോട് കെഞ്ചിയനെ വിട്ടു നിൽക്കണമെന്ന്. നിങ്ങളൊക്കെ വെറുക്കേണ്ടത് ശപിക്കേണ്ടതും പാവത്തിനല്ല, എന്നെയാണ്. കഴിഞ്ഞ തെയ്യത്തിന് അച്ഛനാ എനിക്ക് പകരം അവനെ വിളിച്ച് വിളക്ക് കൊളുത്തിച്ചത്. അവനുള്ളപ്പോ ഇളയവനായ ഇവനെ കൊണ്ട് വിളക്ക് കൊളുത്തിക്കാൻ അവന്റെ മനസ്സ് സമ്മതിക്കില്ല. അച്ഛൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവൻ ഇവിടത്തെയാ. എന്റെ രഘുവിന്റെ ചോര തന്നെ അവന്റെ. പറയടാ, ഉണ്ണിയേട്ടന്റെ ചോര ഈ മുറ്റത്ത് വീഴ്ത്തിക്കൊണ്ട് നിനക്ക് വിളക്ക് കൊളുത്തണോ? എന്നേക്കാൾ കൂടുതൽ നീ അവനെയാണ് ഏട്ടാന്ന് വിളിച്ചിട്ടുള്ളത്, സ്നേഹിച്ചിട്ടുള്ളത്. പറയും, വിളക്ക് കൊളുത്തണം. പിൻവാങ്ങാൻ അവൻ കൂട്ടാക്കിയില്ലെങ്കിൽ കൂട്ടാക്കില്ല. അവന്റെ പ്രകൃതം അതാ. ഉണ്ണിയുടെ കൈകൊണ്ട് ഇവന്റെ ചോര വീണ തെയ്യങ്ങൾക്ക് തൃപ്തിയാവുമല്ല. വാസു, മക്കളും മരുമക്കളും തമ്മിൽ തല തല്ലി ചോര വീഴ്ത്തുമ്പോഴും ദുരഭിമാനം തന്നെയാണ് അച്ഛനും ചെറിയച്ഛനും വലുതെങ്കിൽ വേണ്ട, ആരും ഒന്നും വിട്ടുകൊടുക്കണ്ട. ഞാൻ ഉപേക്ഷിക്കാം. എന്റെ വിശ്വാസങ്ങളൊക്കെ പണ്ടേ തോറ്റതാ. നിങ്ങളുടെ വിശ്വാസങ്ങൾ തന്നെ ജയിക്കട്ടെ. കുളിച്ച് പട്ടെടുത്ത് ഞാൻ കൊളുത്താൻ തറയിൽ വിളക്ക്. എന്നെ മുന്നിൽ കണ്ടാൽ വിളക്ക് തൊഴുത് മാറി നിൽക്കാനേ കഴിയൂ. അവൻ എതിർക്കാൻ അവന്റെ മനസ്സ് അനുവദിക്കില്ല. എനിക്കറിയാം എന്റെ ഉണ്ണിയെ. ഉണ്ണി പോകരുത്. വേണ്ട ഉണ്ണി, പിറകിൽ നിന്ന് വിളിക്കരുത്. സൽക്കർമ്മത്തിനാണ് ഞാൻ പോകുന്നത്. വിളക്ക് കൊളുത്തണ ആരാന്ന് വെച്ചാ പെട്ടെന്ന് ഇങ്ങോട്ട് വരിക. ഉണ്ണി എവിടെ പോയോ? പോയി. അവനെ തടയണം. ഏത് വിധയിലും പിന്തിരിപ്പിക്കണം. ഉണ്ണികൃഷ്ണൻ അവനെ ചതിക്കും. മട്ടാഞ്ചേരിയിൽ അവൻ ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട്.
സ്വാമി. അമ്മേ, ദേവി. സുഭദ്ര.